മക്കളെ റേസ് മാർട്ടി സാറാണ്. അപ്പോൾ കീം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൽക്കോഹോൾ ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ടും ഇതിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് കനോട്ട് ഗിവ് അയോഡോഫോം വിത്ത് അയോഡിൻ ആൻഡ് ആൽക്കലി? അയോഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യാത്ത കോമ്പൗണ്ട് ഏത് എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അയോഡോഫോം ടെസ്റ്റിന് 2 കണ്ടീഷനാണുള്ളത്. ഒന്ന് നോക്കുക, രണ്ടാമത്തെ കാർബണിൽ CO ഗ്രൂപ്പ് വേണം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, സെക്കൻഡ് കാർബണിൽ ആര് വേണം? CO ഗ്രൂപ്പ് വേണം. സെക്കൻഡ് കാർബൺ, തേർഡ് കാർബണിൽ ആവാൻ പാടില്ലേ, സെക്കൻഡ് കാർബണിൽ CO ഗ്രൂപ്പ് വേണം. അല്ലെങ്കിൽ സെക്കൻഡ് കാർബണിൽ ആര് വേണം? OH ഗ്രൂപ്പ് വേണം. ഇത്തരം കോമ്പൗണ്ടുകളാണ് അയോഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യാം. അതായത് ഇത്തരം കോമ്പൗണ്ടുകൾ അയോഡിൻ ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്താൽ യെല്ലോ സോളിഡ് ഫോം ചെയ്യും. അപ്പം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ മെത്തനോളും മെത്തനോൾ CH3OH ആണ്. അതേസമയം എത്തനോളിൻ്റെ കേസ് നോക്കിയേ, CH3CHOH റെഡി അല്ലേ? എത്തനോൾ. ഈ എത്തനോളിൽ എന്തുണ്ട്? H2 കേട്ടോ, H2 CH2OH. എത്തനോളിൽ CHOH ഇല്ലേ മക്കൾ, കാണുന്നുണ്ടോ? CH3CHOH. അപ്പൊ CH3CHOH ഇതാ, CH3CHOH കാണുന്നില്ലേ? ഇത്തരം കോമ്പൗണ്ടുകൾ അയോഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യുമെന്നറിയാം അല്ലേ? അപ്പൊ എത്തനോൾ അയോഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യും, പക്ഷേ മെത്തനോൾ എന്ത് ചെയ്യില്ല? ആൻസർ ചെയ്യില്ല. സോ അയോഡോഫോം ടെസ്റ്റ് ആരാണ് ആൻസർ ചെയ്യുക? എത്തനോൾ ആൻസർ ചെയ്യുന്നത് മനസ്സിലായല്ലോ. വേറെ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നോക്കുക, ഇതിന് പറയുന്ന പേരാണ് 2-pentanone. എന്താ വിളിക്കുക? 2-pentanone. പെൻറ്റൻ എന്ന് പറഞ്ഞാൽ 5 കാർബൺ. അപ്പൊ 3 കാർബൺ 4 5 കാർബൺ റെഡി അല്ലേ? ഇത് 2-pentanone ആണ്. നിങ്ങളുടെ കയ്യിൽ 2-pentanone 3-pentanone തന്നു. 3 എന്ന് പറഞ്ഞാൽ തേർഡ് കാർബണിൽ ആര് വേണം? CO ഗ്രൂപ്പ് വേണം. തേർഡ് കാർബണിൽ ആര് വേണം? CO. 3-pentanone തന്നു. ക്ലിയർ ആണ്? ഞാൻ ആദ്യം എഴുതിയത് 2-pentanone ആണെങ്കിൽ രണ്ടാമത് എഴുതിയത് 3-pentanone ആണ്. പെൻറ്റൻ അല്ലേ? 1 2 3 4 5 റെഡി പെൻറ്റനോൺ ആണ്. ഇതിൽ ആരാണ് അയോഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യുക എന്ന് മക്കളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഇതാണ് അയോഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യാം. കാരണം സെക്കൻഡ് കാർബണിൽ ആരുണ്ടാവണം? സെക്കൻഡ് കാർബണിൽ 1 2 രണ്ടാമത്തെ കാർബണിൽ CO ഗ്രൂപ്പുള്ള കോമ്പൗണ്ട് ആണ് അയോഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യാം. സോ 2-pentanone ആൻസർ ചെയ്യും, 3-pentanone എന്ത് ചെയ്യില്ല? ആൻസർ ചെയ്യത്തില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. Which of the following compound cannot gives iodophoam with iodine and alkali? Iodophoam കിട്ടാത്തത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ മെത്തനോൾ ആണ്. എന്താ പറയാ? മെത്തനോൾ. ബാക്കിയുള്ള ചോയ്സ് ഒക്കെ മക്കൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മെത്തനോൾ അയോഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യത്തില്ല. ഓക്കെ ആണല്ലേ? ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കീമിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് അയോഡോഫോം ടെസ്റ്റ്. നന്നായിട്ട് കാണും. ഓക്കെ, റിഡക്ഷൻ ഓഫ് കീറ്റോൺ വിത്ത് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. ഒന്നുമില്ല, ആൾഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്യണേ. ആൾഡിഹൈഡ് മക്കൾ നോക്കുക, CH3CHO റെഡി അല്ലേ? ആൾഡിഹൈഡ് CH3CHO. അയ്യോ മാറ്റിയതല്ലേ? CH3CHO മക്കൾ നോക്കിയേ, ഈ CHO ഗ്രൂപ്പ് എന്തായി മാറുന്നാൽ എടാ ഒന്നുമില്ല, CHO ഗ്രൂപ്പ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. CO ഗ്രൂപ്പ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ CO ഗ്രൂപ്പ് എന്തായി മാറും എന്ന് പറഞ്ഞാൽ CHOH ആയി മാറും. സിമ്പിൾ. എന്തായി മാറി? CO ഗ്രൂപ്പ് എന്തായി മാറി? CHOH ആയി മാറി. ഇപ്പൊ ആൾഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്യുക, CH3COH അല്ലേ? ഇതിനെ റെഡ്യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഈ കാർബണൈൽ ഗ്രൂപ്പുള്ള സ്ഥലം കണ്ടോ? ആ കാർബണൈൽ ഗ്രൂപ്പുള്ള സ്ഥലം CO ഗ്രൂപ്പ് എന്തായി മാറി? CHOH ആയി മാറി. അപ്പൊ നമ്മൾ ആൻസർ എഴുതിയത് CH3CHOH. ആ CO ഗ്രൂപ്പിന് പകരം CHOH ഒരു H ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പൊ ക്ലിയർ ആണല്ലോ? അത് പ്രൈമറി ആൽക്കോളാണ്. പ്രൈമറി ആൽക്കോൾ എന്താ? പ്രൈമറി ആൽക്കോൾ OH ഗ്രൂപ്പ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ഇതാണ്. ഇതിന് ഒറ്റ കാർബൺ മാത്രമേ ടച്ച് ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ആൾഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്താൽ പ്രൈമറി ആൽക്കോൾ കിട്ടുന്നു. മനസ്സിലായല്ലോ? പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിഡക്ഷൻ ഓഫ് കീറ്റോൺ ആണ്. കീറ്റോണിന് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ച് റെഡ്യൂസ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഏത് എന്നുള്ളതാണ്. ഇതാണ് കീറ്റോൺ. ഞാൻ നിങ്ങളോട് പറഞ്ഞത് കാർബണൈൽ കോമ്പൗണ്ടിനെ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താവുന്ന പറഞ്ഞത്? എവിടെയാണോ CO ഗ്രൂപ്പ് ഉള്ളത് അവിടെ CHOH കൊടുക്കുക. അതായത് ഇവിടെയാണ് CO ഗ്രൂപ്പ് ഉള്ളത്, നമ്മൾ സിമ്പിൾ ആയിട്ട് ആ CO ഗ്രൂപ്പിന് എന്തായി മാറും? CHOH ആക്കും. അപ്പൊ എന്താ കിട്ടുക നോക്കിയേ? CH3CHOH. ഞാൻ എന്താ പറഞ്ഞത്? CO ഗ്രൂപ്പ് CHOH ആയി മാറി. CH3 റെഡി അല്ലേ? മക്കൾ നോക്കേണ്ടത്, ഈ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ഇതാണ്.
ഇതിന് 2 കാർബൺ ടച്ച് ഉണ്ട്, 2 കാർബൺ. സോ അതെന്ത് ആൽക്കോളാ? സെക്കൻഡറി ആൽക്കോളാണ്. അപ്പൊ കീറ്റോണിനെ റെഡ്യൂസ് ചെയ്താൽ സെക്കൻഡറി ആൽക്കോൾ കിട്ടും. റിഡക്ഷൻ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാ? സോഡിയം ബോറോ ഹൈഡ്രേറ്റ് ഓർ ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ്. ബെസ്റ്റ് റിയേജന്റ് സോഡിയം ബോറോ ഹൈഡ്രേറ്റ് ആണ്. ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ഹൈലി എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ റെയർ കേസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ഉപയോഗിക്കുള്ളൂ. ഓക്കെ, നല്ല റെഡ്യൂസിങ് ഏജന്റ് ഒക്കെ തന്നെയാണ്, പക്ഷെ എന്താണ്? ഹൈലി എക്സ്പെൻസീവ് ആണ് ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ ഏതാ? ഇറ്റ് ഗീവ്സ് റിഡക്ഷൻ ഓഫ് കീറ്റോൺ ഗീവ്സ് സെക്കൻഡറി ആൽക്കോൾ. ആൻസർ ഓക്കെ അല്ലേ? സെക്കൻഡറി ആൽക്കോൾ. റെഡി, നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണ്. അസിഡിക് നേച്ചർ, ആൽക്കോളിന്റെ അസിഡിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ആൽക്കോൾ, ഏത് ആൽക്കോളാണ് മോർ അസിഡിക്? സിമ്പിൾ ആയിട്ട് ചിന്തിച്ചോ, മീഥൈൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നേരം, അതായത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിൽ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ വലിപ്പം കൂടുന്ന സമയത്ത് അസിഡിറ്റി കുറഞ്ഞു വരും. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ വലിപ്പം കൂടുക എന്ന് പറഞ്ഞാൽ പ്ലസ് ഐ എഫക്റ്റ് കൂടുക. പ്ലസ് ഐ എഫക്റ്റും അസിഡിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഏറ്റവും ലീസ്റ്റ് അസിഡിക് ആരാ എന്ന് വെച്ചാൽ ഈ ആൽക്കൈൽ ഗ്രൂപ്പുള്ള ആളായിരിക്കും. ടേഴ്സറി ആൽക്കൈൽ ഗ്രൂപ്പുള്ള ആളായിരിക്കും ലീസ്റ്റ് അസിഡിക്. കാരണം ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്ന സമയത്ത് പ്ലസ് ഐ എഫക്റ്റ് കൂടുന്നു. പ്ലസ് ഐ എഫക്റ്റ് കൂടിയാൽ അസിഡിറ്റി കുറയും. അപ്പൊ ഏറ്റവും നല്ല ആസിഡ് ആരാ? മെത്തനോൾ ആണ്, പിന്നെ എത്തനോൾ ആണ്, പിന്നെ ഐസോപ്രോപ്പൈൽ ആൽക്കോൾ ആണ്, പിന്നെ ടേഴ്സറി ബ്യൂട്ടൈൽ ആൽക്കോൾ ആണ്. സോ ഇതാണ് ആൻസർ. കാരണം ഇവിടെ എന്താ? ഇവിടെ മക്കൾ നോക്കിയേ, ആൽക്കൈൽ ഗ്രൂപ്പിന്റെ വലിപ്പം കൂടുതലാണ്. ആൽക്കൈൽ ഗ്രൂപ്പ് ടേഴ്സറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ആണ്. ടേഴ്സറി ബ്യൂട്ടൈൽ ഗ്രൂപ്പിന് പ്ലസ് ഐ എഫക്റ്റ് കൂടുതലാണ്. പ്ലസ് ഐ എഫക്റ്റ് കൂടിയാൽ അസിഡിറ്റി കുറയും. പ്ലസ് ഐ എഫക്റ്റും അസിഡിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Vapors of 2-methyl-2-propanol are passed over heated copper. ഒന്നുമില്ല, അതിനെ വിളിക്കുന്ന പേരാണ് ഡീഹൈഡ്രോജനേഷൻ. ഒരു ആൽക്കഹോളിനെ കോപ്പർ കാറ്റലിസ്റ്റ് വെച്ച് റിയാക്ട് ചെയ്യിക്കുകയാണ്. ഇതാ നോക്കിയേ, ഇത് ആൽക്കഹോൾ, ഇതാ ശ്രദ്ധിച്ചോ. 2-methyl പ്രൊപ്പ എന്ന് പറഞ്ഞാൽ 3 കാർബൺ, പ്രൊപ്പ എന്ന് പറഞ്ഞാൽ 3 കാർബൺ, 2-methyl സെക്കൻഡ് പൊസിഷൻ മീഥൈൽ, 2-propanol. റെഡി അല്ലേ? അല്ലേ? ഇത് ടേഴ്സറി ആൽക്കോൾ ആണെന്ന് മനസ്സിലായല്ലോ. 2-methyl-2-propanol ആണ്. 2-methyl-2-propanol. ഇതാണ് CH3, ഇത് CH3, ഇവിടെ CH2 H എഴുതി, അത് എഴുതാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ എഴുതി കേട്ടോ. CH3 ഇത് ടേഴ്സറി ആൽക്കോൾ ആണ്. അപ്പൊ 2-methyl-2-propanolന്റെ സ്ട്രക്ചർ ആദ്യം എഴുതി വെക്കുക. ഇവരെ കോപ്പർ കാറ്റലിസ്റ്റ് വെച്ച് റിയാക്ട് ചെയ്യിക്കുക. കോപ്പർ കാറ്റലിസ്റ്റ് at 573 Kelvin. എത്രയാ? 573 Kelvin. മക്കൾ മനസ്സിലാക്കേണ്ടത്, പ്രൈമറി ആൽക്കോളിനെ കോപ്പർ കാറ്റലിസ്റ്റ് വെച്ചാൽ ആൽഡിഹൈഡ് കിട്ടും. സെക്കൻഡറി ആൽക്കോളിലേക്ക് കോപ്പർ കാറ്റലിസ്റ്റ് വെച്ചാൽ കീറ്റോൺ കിട്ടും. എന്താണ്? പ്രൈമറി ആൽക്കോളിലേക്ക് കോപ്പർ കാറ്റലിസ്റ്റ് വെച്ച് ചൂടാക്കിയാൽ ആൽഡിഹൈഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതേസമയം സെക്കൻഡറി ആൽക്കോൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? കീറ്റോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ടേഴ്സറി ആൽക്കോളിലേക്ക് കോപ്പർ കാറ്റലിസ്റ്റ് വെച്ചാൽ മക്കൾ മനസ്സിലാക്കുക, ഡീഹൈഡ്രേഷൻ ആണ് നടക്കുക. ഡീഹൈഡ്രേഷൻ. ആൽഡിഹൈഡോ കീറ്റോണോ പ്രൊഡ്യൂസ് ചെയ്യില്ല. പ്രൈമറി ആൽക്കോൾ ആൽഡിഹൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെക്കൻഡറി ആൽക്കോൾ കീറ്റോൺ, കാർബണിൽ കോമ്പൗണ്ടുകൾ കീറ്റോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ടേഴ്സറി ആൽക്കോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? ആൽഡിഹൈഡോ കീറ്റോൺ, അതായത് കാർബണിൽ കോമ്പൗണ്ടുകൾ CO ഗ്രൂപ്പുള്ള കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അതുണ്ടാവുന്നത് ഡീഹൈഡ്രേഷൻ ആണ് അവിടെ സംഭവിക്കുക. ഡീഹൈഡ്രേഷൻ. ടേഴ്സറി ആൽക്കോൾ എപ്പോഴും ഡീഹൈഡ്രേഷൻ ആണ് മക്കളെ പോവുക. ഇവിടെ നിന്ന് നോക്കണോ, ഇവിടെ നിന്ന് HM, ഇവിടെ നിന്ന് OH അങ്ങ് പോവും. ക്ലിയർ അല്ലേ? എന്നിട്ട് വാട്ടർ റിമൂവ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് എന്തായി മാറും? ആൽക്കീനായി മാറും. എന്തായി മാറും? ആൽക്കീൻ. CH3 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2O വാട്ടർ, ഐസോബ്യൂട്ടിലീൻ ഓർ ഐസോബ്യൂട്ടീൻ ആൻഡ് വാട്ടർ ആണ് ഫോം ചെയ്യുക. ക്ലിയർ ആണ്? അപ്പൊ ടേഴ്സറി ആൽക്കോൾ കോപ്പർ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ എന്തിനാ പോവുക? ഡീഹൈഡ്രേഷന് പോവും. എന്തിനു പകരം? ഡീഹൈഡ്രോജനേഷന് പകരം, ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നതിന് പകരം എന്താ കിട്ടുക? 2-methyl-propene and water എന്ന് പറഞ്ഞാൽ 2-methyl-propene and water. ഇതാണ് മീഥൈൽ പ്രൊപ്പീൻ. നെയിം എഴുതണോ? പേര് എഴുതണോ? ഇതാ എങ്ങനെയാ വരിക? പേര് വരിക 1, 2, 3. 2-methyl-propene അഥവാ മീഥൈൽ പ്രൊപ്പീൻ ആൻഡ് വാട്ടർ. 2-methyl-propene ഇല്ലല്ലോ. ഓക്കെ, മീഥൈൽ-propene and water ഫോം ചെയ്യും. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാ, സമയം പോകണ്ടല്ലോ. Which of the following is not a carboxylic acid? ഏതാണ് കാർബോക്സിലിക് ആസിഡ് അല്ലാത്തത് എന്നാണ്. ഇറ്റ് ഈസ് പിക്രിക് ആസിഡ് അല്ലേ? പിക്രിക് ആസിഡ് എന്ന് പേര് വരാൻ കാരണം 2,4,6 ട്രൈനൈട്രോഫീനോൾ കേട്ടോ. ഇതാണ് പിക്രിക് ആസിഡ്. 2,4,6 ട്രൈനൈട്രോഫീനോൾ. ഇതാ നോക്കിട്ടോ, ഇതാണ് 2,4,6 ട്രൈനൈട്രോഫീനോൾ. ഇതിനെ വിളിക്കുന്ന പേരാണ് പിക്രിക് ആസിഡ്. എന്തുകൊണ്ടായിരിക്കും മക്കളെ പറ ഇതിനെ പിക്രിക് ആസിഡ് എന്ന് വിളിക്കാൻ കാരണം? പിക്രിക് ആസിഡ് എന്ന് വിളിക്കാൻ കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കും ഇതിനെ ആസിഡ് എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും?
മക്കളെ മനസ്സിലാക്കുക, ഇതിനെ ആസിഡ് എന്ന് വിളിക്കാൻ കാരണം ഇത് അസിറ്റിക് ആസിഡിനേക്കാൾ അസിഡിക് ആയിട്ടുള്ള ഒരേ ഒരു ഫീനോൾ ഡെറിവേറ്റീവ് ആണ്. പക്ഷേ കാർബോക്സിലിക് ആസിഡ് അല്ല, COOH ഗ്രൂപ്പ് ഇല്ല. പക്ഷേ അസറ്റിക് ആസിഡിനേക്കാൾ അസിഡിക് ആയിട്ടുള്ള ഒരേ ഒരു ഫീനോൾ ഡെറിവേറ്റീവ് ആണെന്ന് 2,4,6 ട്രൈനൈട്രോഫീനോൾ അഥവാ പിക്രിക് ആസിഡ്. റെഡി അല്ലേ? 2,4,6 ട്രൈനൈട്രോഫീനോൾ അഥവാ പിക്രിക് ആസിഡ്. അത് ആസിഡ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഫീനോൾ വിത്ത് ബ്രോമിൻ ഇൻ അസറ്റിക് ആസിഡ്. മക്കൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലേ, ഫീനോളിലേക്ക് ബ്രോമിൻ വാട്ടർ വെച്ചാൽ 2,4,6 ട്രൈ ബ്രോമോ ഫീനോൾ കിട്ടും. ഫീനോളിലേക്ക് കാർബൺ ഡൈസൽ ബ്രോമിനേഷൻ, ഫീനോളിന പോളാർ സോൾവെന്റ് ആയ വാട്ടറിന്റെ പ്രസൻസിൽ ബ്രോമിനേഷൻ നടത്തിയാൽ 2,4,6 ട്രൈ ബ്രോമോ ഫീനോൾ കിട്ടുമെന്ന് മക്കൾ പഠിച്ചിട്ടുണ്ട്. അതേസമയം ഫീനോളിന നോൺ പോളാർ സോൾവെന്റ് ആയ കാർബൺ ഡൈസൾഫൈഡോ അല്ലെങ്കിൽ കാർബൺ ടെട്രാ ക്ലോറൈഡോ വെച്ച് ബ്രോമിനേറ്റ് ചെയ്താൽ ഓർത്തോ ബ്രോമോ ഫീനോളും പാരാ ബ്രോമോ ഫീനോളും കിട്ടുമെന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അസറ്റിക് ആസിഡ് എന്ന സോൾവെന്റ് അല്ലെ, അസറ്റിക് ആസിഡിൽ എന്ത് കിട്ടുമെന്ന് പഠിച്ചിട്ടില്ല. മക്കൾ മനസ്സിലാക്കുക, അസറ്റിക് ആസിഡ് ഈസ് എ പോളാർ സോൾവെന്റ്. അസറ്റിക് ആസിഡ് ഒരു പോളാർ സോൾവെന്റ് ആണ്. അതുകൊണ്ട് തന്നെ വാട്ടറിനെ പോലെ തന്നെ 2,4,6 ട്രൈ ബ്രോമോ ഫീനോൾ പ്രൊഡ്യൂസ് ചെയ്യും. ആര്? ഫീനോൾ. റെഡിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ഷൻ ഓഫ് CH3ONA ഓൺ ടെർഷ്യറി ഹാലൈഡ്. ഇത് വില്യംസൺ സിന്തസിന്റെ ലിമിറ്റേഷൻ ആണ്. മക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്, മക്കൾ ഇത് വില്യംസൺ സിന്തസിന്റെ ലിമിറ്റേഷൻ ആണ്. ഒരു ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡും സോഡിയം ആൽക്കോക്സിനെ വെച്ച് റിയാക്ട് ചെയ്യുക, CH3ONA. സോഡിയം ആൽക്കോക്സിനെ വെച്ച് റിയാക്ട് ചെയ്താൽ നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ് എക്സ്പെക്ട് ചെയ്യുക. മക്കൾ ശ്രദ്ധിച്ചേ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് NaCl പോയിട്ട് ഇവിടെ എന്ത് കിട്ടും? ഒരു ഈതർ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യും. ഒരു ഈതർ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യും. ഇല്ല മക്കളെ, ഈതർ പ്രൊഡ്യൂസ് ചെയ്യില്ല, ഈതർ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അതാണ് പ്രശ്നം. ഇവിടെ ഉപയോഗിക്കുന്നത് ടേഴ്സറി ഹാലൈഡാ. ടേഴ്സറി ഹാലൈഡ് ഈതർ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇവിടെ മക്കളെ ശ്രദ്ധിക്കുക, ഈ ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി തന്നെ ആയിരിക്കണം. ഈ ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി തന്നെ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഈതർ കിട്ടുള്ളൂ. എന്തല്ല, ടേഴ്സറി ഹാലൈഡ് ആണെങ്കിൽ ഈതർ കിട്ടത്തില്ല. ഇനി നോക്കിക്കോ, ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാ, ഇവിടെ ടേഴ്സറി ഹാലൈഡ് വെച്ചാൽ മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ ടേഴ്സറി ഹാലൈഡ് ആണ് വെക്കുന്നതെങ്കിൽ, ടേഴ്സറി ഹാലൈഡ് വേണം വെക്കുന്നതെങ്കിൽ, ടേഴ്സറി ഹാലൈഡ് വെച്ചാൽ സംഭവിക്കുന്നത് ബീറ്റ എലിമിനേഷൻ അഥവാ ഡീഹൈഡ്രോ ഹാലോജനേഷൻ. അതായത് ഇതൊരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. ഏത്? സോഡിയം ആൽക്കോക്സൈഡ് ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് HCl അങ്ങ് പോകൂടാ. ഇവിടെ നിന്ന് HCl പോയാൽ എന്തായി മാറി? ആൽക്കീനായി മാറും. എന്തായി മാറും? ആൽക്കീൻ. ഇതിനിടയിൽ പുതിയൊരു ബോണ്ട് വരും, എലിമിനേഷൻ റിയാക്ഷൻ. രണ്ട് അടുത്തടുത്ത കാർബൺ, ഈ കാർബൺ ക്ലോറിനും ഈ കാർബൺ ഹൈഡ്രജനും പോയാൽ ഇതിനിടയിൽ ഒരു ബോണ്ട് വരും, എലിമിനേഷൻ റിയാക്ഷൻ. എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? കിട്ടുന്ന പ്രോഡക്റ്റ് പറ, CH3 ഡബിൾ ബോണ്ട് CH2 പ്ലസ് എന്ന് കിട്ടി HCl. ക്ലിയർ അല്ലേ? ഐസോബ്യൂട്ടീൻ അഥവാ 2-methyl propene. ഏതാ കിട്ടുക? 2-methyl propene. എന്ത് കിട്ടി? 2-methyl propene പ്രൊഡ്യൂസ് ചെയ്തു. ക്ലിയർ അല്ലേ? ഈതർ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഈതർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മക്കളെ ഇതെന്തായിരിക്കണം? ഇത് പ്രൈമറി ഹാലൈഡ് ആയിരിക്കണം. ഇത് ടേഴ്സറി ഹാലൈഡ് ആവാൻ പാടില്ല. ടേഴ്സറി ഹാലൈഡ് ആയാൽ ആൽക്കീനെ കിട്ടുള്ളൂ. എന്ത് കിട്ടില്ല? ഈതർ കിട്ടത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ, one of the functional isomer C2H5O C2H5 gives hydrogen with Lucas reagent and instantaneous stability. 4 കാർബണും 10 ഹൈഡ്രജനും 1 ഓക്സിജനും ഉള്ള ഒരു കോമ്പൗണ്ട്, 4 കാർബണും 10 ഹൈഡ്രജനും 1 ഓക്സിജനും ഉള്ള ഒരു കോമ്പൗണ്ട് ലൂക്കാസ് റിയേജന്റുമായിട്ട് ഇൻസ്റ്റന്റേനിയസ് ടർബിഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കൾ, അത് ടേഴ്സറി ആൽക്കോൾ ആയിരിക്കും. 4 കാർബണും 10 ഹൈഡ്രജനും 1 ഓക്സിജനും ഉള്ള കോമ്പൗണ്ട് എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി ടേഴ്സറി ആൽക്കോൾ. എന്തായിരിക്കണം? ടേഴ്സറി ആൽക്കോൾ ആയിരിക്കണം. ഇതിൽ ടേഴ്സറി ആൽക്കോൾ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ മക്കളെ. ക്ലിയർ അല്ലേ? യെസ്. Which one of the following does not give carbonyl compound when its vapors are passed over heated copper? Heated copperുമായിട്ട് ആൽഡിഹൈഡും കീറ്റോണും പ്രൊഡ്യൂസ് ചെയ്യാത്ത കോമ്പൗണ്ട് ഏത് എന്നാണ്. ഹീറ്റഡ് കോപ്പറുമായിട്ട് ആൽഡിഹൈഡും കീറ്റോണും പ്രൊഡ്യൂസ് ചെയ്യാത്ത, കാർബണിൽ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരേ ഒരു ആൽക്കോൾ ഏതാ? ടേഴ്സറി ആൽക്കോൾ. ഏതാ പറ? ടേഴ്സറി ആൽക്കോൾ. ക്ലിയർ അല്ലേ? ഇതിൽ ടേഴ്സറി ആൽക്കോൾ ഏത് മാത്രമേ ഉള്ളൂ? ഡി മാത്രമേ ടേഴ്സറി ആൽക്കോൾ ഉള്ളൂ. ക്ലിയർ ആണ്. റെഡി അല്ലേ? യെസ്. അടുത്തത്, which of the following butyrol gives an alkene and H2O on heating with copper at 350 Kelvin? It is tertiary butyl alcohol. Clear അല്ലേ?
ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ലൈവ് ക്ലാസ്സുകൾ ഏകണ്ട ലൈവ് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ലൈവ് ക്ലാസ്സുകളും മക്കള് കറക്റ്റ് ആയിട്ട് എത്തുക, കറക്റ്റ് ടൈമിൽ എത്തുക. നാളെ ലൈവ് ക്ലാസ്സുകളുമായിട്ട് വരുന്ന ആരൊക്കെയാ മക്കളെ? ശ്രദ്ധിക്കുക, നാളെ ലൈവ് ക്ലാസ്സുകളുമായിട്ട് KH സാറും ANJ മിസ്സും വരുന്നുണ്ട്. അപ്പൊ ലൈവ് ക്ലാസ്സിൽ 6 ചാപ്റ്ററോളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക, എല്ലാ ലൈവ് ക്ലാസ്സുകളും പെർഫെക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, റെഡി അല്ലേ?